السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين وبعد. സഹോദരന്മാരെ, ഈ ഒരു ക്ലിപ്പ് ഒരു നസീഹത്തായിട്ട് രാജ്യത്തിലുള്ള ഫിത്നത്തും ഇത് ഫസാദിರೋ ഇടയിൽ ഉള്ള ആൾമാർക്കുള്ള ഒരു നസീഹത്തായിട്ട്. ഉദാഹരണക്ക് കുറേ നാൾ നിಂತು ഞങ്ങ കണ്ടുകൊണ്ടുള്ള വിഷയമായിട്ട് ഒരു ചമ്മ ടൈപ്പിലുള്ള ആർട്ടിക്കൽ, അതായത് ഇബ്നു അബ്ദുറഹ്മാൻ ചെല്ല പേരിലും ഹിദായത്ത് ബീറക്കംബ ചെല്ല പേരിലും വന്നുള്ള ആർട്ടിക്കൽ. ഈ രണ്ട് ആർട്ടിക്കലിൻ്റെ ഉടമസ്ഥ ഒരേ ആളായിട്ട് ചെന്ത് എല്ലാവർക്കും പിടിയുണ്ടു. ചില ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന പോലത്തെ സാഹചര്യത്തിൽ ഇബ്നു അബ്ദുറഹ്മാൻ ചെല്ല പേര് ഉപയോഗിக்கிறோം. ನನ್ನ പേര് എല്ലാവർക്കും ಗೊತ್ತಾವನು, ನಾನು ಬಿಲ್ಲ ಆಳು ಚೆಲ್ಲ സാഹചര്യത്തിൽ, ബുദ്ധിವಂತ ചെല്ല സാഹചര്യത്തിൽ അയാളുടെ സ്വന്തം പേര് ഉപയോഗിക്കുന്ന അവസ്ഥയായിട്ട് നമുക്ക് കാണാൻ സാധ്യമാകും. ആർട്ടിക്കൽ മാത്രമല്ല, ഈ വ്യക്തി ഈ ആർട്ടിക്കൽ അല്ലാണ്ട് പേഴ്സണലായിട്ട് ആൾമാരെ നടുಲು ഫിത്നം ഫസാദെല്ലാം ആക്കുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടുള്ള. അതായത് സലഫി സംഘടനയെ വിസ്ഡം കേസ് ഇതെല്ലാം സരിയില്ല, നിങ്ങളുടെ സംഘടന സരിയില്ല, ഉസ്താദുമാർ സരിയില്ല, ചെന്തിലെല്ലാം വിഷയത്തിൽ ഫിത്നം ഫസാദാക്കിയുള്ളതും ഞങ്ങൾ കണ്ടുകൊണ്ടുള്ള. അതിൻ്റെ ഭാഗമായിട്ട് ഈ അടുത്തായിട്ട് ഞങ്ങൾ കണ്ടുവന്നിട്ട് അയാൾ ഒരു വാട്സപ്പ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഓരോ ക്ലിപ്പ് ഇട്ടിട്ടും ആറാറോ കൊടുത്ത ക്ലിപ്പെല്ലാം ഇട്ടിട്ടും അയാൾ ഫസാദാക്കിയുള്ള ഫിത്തനാക്കിയുള്ള ഒരവസ്ഥ ഞാൻ കണ്ടുവന്നുള്ള. സത്യത്തിൽ അത് ಎಂದ್ರೆ ಅದರ ಯಾഥാರ್ಥ್ಯ ಎಂದ್ರೆ ಅದರ ರಿಯಾಲಿಟಿ ಎಂದ್ರೆ ಚೆಂತು, ಅದರ ಸತ್ಯಾವಸ್ಥೆ ಎಂದ್ರೆ ಚೆಂತು നിങ്ങൾക്ക് തെരിപ്പാട്ടൊക്കെ ഈ ഒരു ക്ലിപ്പ് ഇട്ടുകൊണ്ടു. അതായത് റീസെൻ്റ്ലി ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു വിഷയമായിട്ട് ഈ ഹിദായത്ത് വീറക്കമ്പ ചൊല്ല മനിസ ഷെയ്ഖ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയും പിന്നെ മുജാഹിദ് ബാലുശ്ശേരി ക്ലിപ്പിട്ടിട്ട് ಇದರ ವಿಷಯത്തിൽ ಮುಂಡೋಗು ಧೈರ್ಯಂದಂಗ ಎದುರು ಬರು ಚೆಂತು ಅಯ್ಯಲು ಬೆಲ್ಲು ವಿಲ್ಚವರು ಅವಸ್ಥೆ ನಂಗೆ ಕಾಣೋಕೆ ಸಾಧ್ಯ. ಅವರು ഇത് ഓർക്കെ ഇട്ടിട്ട് അയാൾ പിന്നെ റിപ്പീറ്റായിട്ട് വെല്ലു വിളിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഇത് കണ്ടിട്ട് ഗ്രൂപ്പിൽ നിന്ന് അബു മുജാഹിദ് ഷമീർ അയാൾക്ക് റിപ്ലൈ കൊടുത്തു. അയാൾ വേറെ ഒരു വിഷയം ഇബ്നു ബാസ് റഹ്മുള്ള ഒരു വിഷയത്തിലും അയാൾ വിശേഷം തിന്ത് അതറും വിഷയത്തിൽ റിപ്ലൈ ആക്കിയിട്ട് ഇതിരെ നിങ്ങൾ ವಾಯ್ಸಲ್ಲಿ നിങ്ങൾ ಮುಂಡೋಗು ತಯಾರುಂಟಾയെങ്കിൽ ನಾನಿದ್ರೆ ವಿಷಯത്തിൽ ಮುಂಡೋಗು ನಾನು ರೆಡಿ ಇಲ್ಲ ಚೆಂತು ಅಯಾൾ ಅಕ್ಸೆಪ್ಟ್ ಆಗಿತ್ತು. ಅಯಾಳು ಆ വെല്ലുവിളിയിലൊരു അക്സെപ്റ്റ് ಆಗಿತ್ತು. മഗ്‌രിബ് ടൈമിലേറ്റിക്കറ് ഇയാൾ ഈ വെല്ലുവിളിയുടെ അക്സെപ്റ്റ് ആക്കിയതും ഇഷായിൽ പിന്നെ നിങ്ങൾ വായ്സിൽ ചർച്ചയ്ക്ക് ബണ്ടെങ്കിൽ ഞാൻ റെഡി ഇല്ല ചെന്തും ഇയാൾ ക്ലിയർ ആക്കിയിട്ട് ചെന്ത് ആയെങ്ക ഇഷായിൽ പിന്നെ ഭയങ്കര കോമഡി ആയിട്ട് നടന്നത്. അതായത് ഹീറോ ആയിട്ട് വന്നേ മനുഷ്യ സീറോ ആയിട്ട് പോയിട്ട് വീരക്കമ്പ ചെന്ത് അറിയപ്പെട്ട ആള് ഹേഡി കമ്പായിട്ട് റിട്ടേൺ പോയിട്ട്. അതായത് അയാൾ ചൊന്നേ ನಾನು ವಾಯ್ಸ್ ಅಲ್ಲ ಟೆಕ್ಸ್ಟ್ ಆಯಂಗ್ ನಾನು ಚರ್ಚೆಗೆ ಬಂಡೆ, ಟೆಕ್ಸ್ಟಿಲಾಯಂಗ್ ವಾಯ್സിൽ ആ ഉല്ലാച്ചന്തേറ്റിക്കറ് ഇയാള് നാട്ടിൽ ചെന്നി. അതായത് പേഴ്സണലായിട്ട് വേറെ ആൾക്ക് ഇങ്ങനെ വോയിസ് ഇട്ടിട്ടും ടെക്സ്റ്റ് ആക്കിയിട്ടും ഫിത്തനാക്കു തെരഞ്ഞ ആൾക്ക് ചർച്ചക്ക് പറയുമ്പോഴത്തേക്കു ವಾಯ್ಸ್ ആവില്ല, കാൽ ടെക്സ്റ്റ് മാത്രം അവരെ ചിലരുടെ അവസ്ഥ ഇട്ടിക്കറ് നമുക്ക് കാണുക സാധ്യമായി. അങ്ങനെ ടോട്ടലി കുടുങ്ങിയ സന്ദർഭത്തിലായിട്ടിക്കറ് ഇയാള് ആ ഇട്ട ക്ലിപ്പറമേ പിന്നെ ഇബ്നു ബാസ് റഹ്മുള്ളവരെ ഫത്വരെ അതിനെ പിന്നം റിപ്പീറ്റ് ആയിട്ട് ഇട്ടോ ഇന്ന്. അങ്ങനെ ആ ഗ്രൂപ്പിൽ ഇന്ന് ആൾമാർ വേറെ ബാക്കി ഇന്ന് ആൾമാരെല്ലാം ചെന്നാറ് നിങ്ങൾ ജണ്ടാലെ ചർച്ച ആക്കറോ, ഞങ്ങളെല്ലാം മുണ്ടതെക്കറ ഇത് നോക്കി മുണ്ടതെക്കറ, നിങ്ങൾ ജണ്ടാലെ ചർച്ച ആക്കറോ ചെന്നത്തിൽ എക്സ്ക്യൂസ് എല്ലാം കൊടുത്തിട്ടും ഇയാള് ചർച്ചക്ക് റെഡിയായില്ല. എന്തായെങ്കിലും
ഇയാൾ ഇങ്ങനെ ഫിത്തനും ഫസാദാക്കുന്ന ആളും ചർച്ചക്ക് ബറകു ചൊല്ലുമ്പോ പേടിച്ച് ഓടുന്ന പോലത്തെ ആളും ചെന്ന് നമുക്ക് കൊണ്ടായിത്ത്. ഇനി ഇയാൾ കൊണ്ട് നടക്കുന്ന പോലത്തെ 2 ടീമിന്റെ വിഷയത്തിൽ നമുക്ക് ചർച്ചയാക്കാം. ഈ 2 ടീമും ഹിദായത്ത് വീരക്കമ്പാച്ചുള്ള ആളുടെ പേരിൽ ചെന്നൈ പലക്കെന്തിരേണ്ടി ഇനി നിങ്ങൾ കാണാൻ പോകേണ്ടതായിട്ടിക്കർ. ഈ 2 ടീമും ഈ ഹിദായത്ത് വീരക്കമ്പാച്ചുള്ള ആളുടെ പേരിൽ ചെന്നൈ ബിസിയായിട്ടിക്കർ ഇനി നിങ്ങൾ കേൾക്കാൻ പോകണ്ടേ. ഫസ്റ്റ് നിങ്ങൾ നോക്കാൻ പോകണ്ടേ സഹോദര സലാഹുദ്ദീൻ ടീം റേറ്റിക്കർ. ഈ സലാഹുദ്ദീൻ ആൾക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും ഈ സലാഹുദ്ദീൻ ടീമുക്ക് റിക്രൂട്ട്മെന്റ് ആക്കുന്ന പോലത്തെ ഒരാളായിട്ടിക്കർ ആസിഫ് ഭായ് ചെല്ല ഒരാൾ. ഇയാളുടെ വിഷയം നിങ്ങൾ കേൾക്കോ. ಈ ಆರಾರು ವಿಷಯ ನಂಗೆ ತೆಗಿಯಕ್ಕಂಡ 6 ವಿಷಯ ನಂಗೆ ತೆಗಿಯಕ್ಕೆ ತಿಲ್ಲವನು ನಂಗೆ ಯೋಡು ಅದ್ರ ಶೇರ್ ಹಾಕಿತ್ತು ಇಲ್ಲ ಬಿಡೈತಾ. ನಂಗೆ ಅಫಿಷಿಯಲ್ ಬಂದೆ ನಂಗೆ ಕೇಕೋರು ಬಿಡೈತಲ್ಲೇ. ನಂಗೆ ಅಫಿಷಿಯಲ್ ಬಂದ್ರೆ ನಂಗೆ ಕೇಕೋರು ಅಲ್ಲ ಅಂತಿದ್ದು ಅನಗತ್ಯ ಇದಲ್ಲ, ನಿನಗೆ ಅಗತ್ಯ ಇಲ್ಲ ಬಿಡೈತಾ. 6 ಇಂದ್ರಮ್ಮ ಯೋಡದಿ ಚೆಲ್ದಿ ಅದ್ರ ಅದನ್ನ ನಂಗಳ ಮೇಲೆ ಕೇಳ್ಕಂಡ ಅಗತ್ಯ ಇಲ್ಲ ಅಥವಾ ನೀ ഈ ആസിഫ് ആയിട്ട ഈ ഹിദായത്ത് വീരക്കമ്പ ചെല്ല പേരിലും ഇബ്നു അബ്ദുർ റഹ്മാൻ ചെല്ല പേരിലും പണ്ട് ആർട്ടിക്കൽ വിഷയ നിങ്ങൾ എന്തെങ്കിലും ഇത് ഷെയർ ആക്കരേ എന്തെങ്കിലും ഇത് ഫോർവേഡ് ആക്കരേ എനിക്ക് കേട്ടപ്പ അങ്ങ ചെന്നത് ഞങ്ങൾ ആരും അങ്ങനത്തെ ആർട്ടിക്കൽ ഷെയർ ആക്കില്ല. ഞങ്ങളോ ഒഫീഷ്യൽ ಬಂದದ್ದು ಮಾತ್ರ ಇಟ್ಟಿಕ್ಕರು ನಂಗೆ ಶೇರ್ ಹಾಕಿರೋ ಚಂತ ಇಟ್ಟಿಕ್ಕರು. ಊಡ ನಂಗೆ ನೋಟಾಗ ಉള്ള പോയിന്റ് സലാഹുദ്ദീൻ ടീം അങ്ങലോ അതായത് ഹിദായത്ത് വീരക്കമ്പ ചെല്ല ആളുടെ പേരിൽ പണ്ട് ആർട്ടിക്കലും ഇബ്നു അബ്ദുർ റഹ്മാൻ ചെല്ല പേരിൽ പണ്ട് ആർട്ടിക്കലും ഷെയർ ആക്കിയിട്ടില്ലാണ്ട് ഇങ്ങനെ ചൊന്ന ഉള്ളാറ്. അപ്പൊ നമുക്ക് 2ാമത്തെ ടീം നോക്കാം, അതായത് നൗഷാദ് ടീം. ഈ നൗഷാദ് ടീം ആപ്തമായിട്ടുള്ള ഒരാളായിട്ടിക്കറ് മൻസൂർ ഭായ് ചെല്ലത്. ഇയാളുടെ പലക്കെ നിങ്ങൾ കേട്ടു നോക്കോറു. ಹಿದಾಯತ್ ಬಾಯಿ ಉಂಡಲ್ಲೇ അതിൽ ഞങ്ങളെ ಬಗ್ಗೆ ಎಂದಮ್ಮ ಓಪನ್ ಆಯ್ತಾ ಎಂದುം ಇದಾಕಿತ್ತಲ್ಲ ಗೊತ್ತಾಯ್ತಾ. ഞങ്ങളൊട്ടിಗೆ ಬಂಡು ಚಿದಾಕರ್ ಗೊತ್ತಾಯ್ತಾ ನಸಿಹತ್ ಹಾಕೊಂಡುಲ್ಲ അതിലേക്ക് ಗೊತ್ತಾಯ್ತಾ. ഇതായിത്തിക്കറി ഇങ്ങനെ ഹാലു സുന്ന ഇതെങ്ങനെ ഞങ്ങളൊട്ടിಗೆ ದೂರ ಪಾಲಿಕ್ಕೋನು ಅಪ್ಪ ಗೊತ್ತಾಯ್ತಾ. അതിൽ നിൽക്ക് ഞങ്ങൾ പോസ്റ്റാറ എന്താ ഞാൻ കടത്തത് നിങ്ങൾ ഷെയർ ആക്കില്ല. ഞങ്ങൾ സത്യ സാരത്തെ ആവട്ടെ ആ മൊബൈൽ ಹಾಕಿರ್ದ ആരെ ഞങ്ങൾ ഷെയർ ആക്കില്ല ಗೊತ್ತಾಯ್ತಾ. ഞങ്ങൾ ഷെയർ ആക്കില്ല ಎಂತೆ ಹಲುಸನ್ನತ್ರ ಕಾಯ್ದೆ ಉಂಡಲ್ಲೇ ಉಸೂಲ್ ಉಂಡಲ್ಲ അതേപോലെ ആയുധ അടിസ്ഥാനത്തിൽ മാത്രം ഞങ്ങൾ ഇതാക്കറി ഞങ്ങളെ ಬಗ್ಗೆ ಅಂತ അതിൽ നസിഹത്ത് ಹಾಕೊಂಡುള്ള നസിഹത്ത് ഞങ്ങൾ എല്ലാവർക്കും ആക്കറി ಗೊತ್ತಾಯ್ತല്ലേ. അങ്ങനെ ഈ മൻസൂർ ഭായ് ചെല്ലോ ആ ഹിദായത്ത് ഭായിയുടെ പേരിൽ ബണ്ടോ ആർട്ടിക്കൽ മാത്രല്ല അയാളുടെ പേരിൽ ബണ്ടോ സത്യസാരഥി ചെന്തുള്ള പോസ്റ്റർ പോലും ഞങ്ങൾ ഷെയർ ആക്കില്ലാണ്ട് ഇട്ടിക്കർ. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ 2 ടീമും ഷെയർ ആക്കില്ല ചെന്ന് ഞങ്ങൾക്ക് ಗೊತ್ತಾಗುಂಬತ್ತಿಗೂ ഈ സലാഹുദ്ദീൻ ടീമും നൗഷാദ് ടീമും ഒരു ജമാഅത്ത് ഇസ്ലാം വേഷധാരിയായിട്ട് ഈ ക്ലിപ്പും ഇങ്ങനത്തെ ആർട്ടിക്കലെല്ലാം ഷെയർ ആക്കിയിട്ടുള്ള ആള് അത് ഹിദായത്ത് വീരക്കമ്പാച്ചുള്ള ആളായിട്ടിക്കറിയും ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവും. ഈ പോസ്റ്ററും ഇങ്ങനത്തെ ക്ലിപ്പെല്ലാം ഷെയർ ആക്കൂ ഹിദായത്ത് ബായിക്ക് ഒരു സാത്തുണ്ടു. അതായിട്ടിക്കറ് ഞങ്ങൾ തർബിയ ചന്തുള്ള പേരിൽ അറിയപ്പെട്ട ഒരു ടീം. അതിൽ ചില ആൾമാരായിട്ടിക്കറ് ഇയാൾക്ക് സാത്തായിട്ട് ഇങ്ങനത്തെ വിഷയത്തിലെല്ലാം ഹെൽപ്പ് ആക്കറോ ചെന്ന് നമുക്ക് കാണാൻ സാധ്യമാവും. ഈ തർബിയത്തോ ആളായിട്ടുള്ള ജാബിർ ഭായ് അയാളുടെ സ്റ്റേറ്റസിലും അയാളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം ഷെയർ ആക്കറോ ഈ ഹിദായത്ത് ബൈറോ സത്യസാരഥി ചെന്നുള്ള പോസ്റ്ററും ഇതെല്ലാം ആയിട്ടിക്കറ് അയാൾ വാട്സപ്പിൽ സ്റ്റേറ്റസ് ആയിട്ടും എല്ലാം അയാളുടെ നമുക്ക് കണ്ടോണ്ടുള്ളൂ. ഷെയ്ഖ് റയീസ് ചെന്തുള്ള ഒരു പണ്ഡിത അയാളുടെ ഈ വിസ്ഡം വിഷയത്തിലെല്ലാം തപ്പു ചൊന്തും അയാൾ ഇട്ട ക്ലിപ്പറെല്ലാം ഷെയർ ആക്കറും ഫിത്തനാക്കറും ഒരാളായിട്ടിക്കറ് ഈ ജാബിർ ചെന്തുള്ള ഒരാൾ. ഇതില് നിങ്ങക്ക് അർത്ഥാക്കാനുള്ളത് ഫിത്തന ആക്കർ ആറ് ഫസാദ് ആക്കർ ആറ് ചെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധ്യമാവും. ഇനി ഈ ഹിദായത്ത് വീരക്കമ്പാച്ചുള്ള ആള് ദമ്മാജിസംറോ ജമാഅത്ത് ഇസ്ലാം വേഷധാരി ചെന്ന് നിങ്ങൾക്ക് പ്രൂവ് ആക്കൂ. ഞാൻ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലിപ്പായിട്ട് വേണ്ട അത്രത്തോളം
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.